എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലത്തെ നല്ല അടിപൊളി മസാലപ്പുട്ടാണ്. ഈ രീതിയിലാണ് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ കറിയൊന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് പൊടിക്ക് പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പിൻ്റെ അടുത്ത് തന്നെ വേണം നമുക്ക് വെള്ളം. ഇത് പെട്ടെന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേന് പിന്നെയും ഡ്രൈ ആകും. അപ്പോൾ ഒരു 1.5 കപ്പോളം ഒഴിക്കാം നമുക്കിതിന്. അപ്പോൾ നല്ലതായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറൊന്നും വേണ്ട, എന്നാലും നമ്മൾ സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്ന സമയത്തിന് മൂടി വെച്ചതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ സവാളയാണ് കേട്ടോ, ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. 1.5 മീഡിയം സൈസ് സവാള, അത്ര മതി കേട്ടോ. നമുക്ക് ഇത്രയും കുറച്ച് പൊടിയല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും തന്നെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1-1.5 ടീസ്പൂണോളം ചതച്ച മുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങ വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ, എന്നാലും ഞാനൊരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് അരമുറി എന്നാണ് കേട്ടോ തേങ്ങയുടെ കണക്ക്, പക്ഷേ അരമുറിയൊന്നുമില്ല കേട്ടോ, 1/2 കപ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെയും ഡ്രൈ ആയി. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കൈ വെച്ചോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. കൈ കൊണ്ടാകുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സാക്കി വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നൈസായിട്ട് തന്നെ നമ്മുടെ പുട്ടുപൊടി ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടും കല എടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ പുട്ടുപൊടി ഒന്ന് നരയ്ക്കാനായിട്ട്. പുട്ടല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഒന്ന് നരച്ചിട്ട് പകുതി വരെ നരച്ചിട്ട് പിന്നെയും കുറച്ച് നാളികേരം ഇട്ട് കൊടുത്ത് പിന്നെ വീണ്ടും പുട്ടുപൊടി നിറച്ച് മേലിൽ കുറച്ച് നാളികേരം നിറച്ചിട്ട് നമ്മൾക്കൊന്ന് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി കയറുമ്പോഴത്തേനും നമുക്കിതും കൂടി വെച്ചെടുത്ത് ഇപ്പോൾ ആവി കയറ്റി എടുക്കാം കേട്ടോ പുട്ടിന്. അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് തന്നെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. അപ്പോൾ കറിയൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു രീതിയിൽ പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ രണ്ടാമതും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 കണ പുട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോരാത്തതിനൊരു ചിരട്ടപ്പുട്ട് പോലെയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ രീതിയിൽ പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ രണ്ടാമത്തെ കണയും ഞാൻ കുത്തിയിടുകയാണ് കേട്ടോ പുട്ട്. എനിക്ക് 2 കപ്പ് പൊടിക്ക് 2 വലിയ കണ പുട്ടും ഒരു ചിരട്ടപ്പുട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.